സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. ദ്വാദശ സ്കന്ധത്തിലെ ദശമ അധ്യായമാണ് മണിദ്വീപ വർണ്ണനം. ഇന്നലെ പറഞ്ഞു നിർത്തിയത് ദേവിയുടെ 9 കോട്ടകളെ അവിടെ വിശേഷിപ്പിച്ചു. ഇന്നു മുതൽ ഏകാദശ അധ്യായം 11ാമത്തെ അധ്യായത്തിൽ ആ മണിദ്വീപ വർണ്ണനത്തിനെ തുടർന്നുകൊണ്ട് മറ്റുള്ള 9 കോട്ടകളെയാണ് ഈ 11ാമത്തെ അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. 10ാമത്തെ കോട്ടയുടെ വർണ്ണനത്തോടുകൂടിയാണ് വ്യാസൻ ഈ ഏകാദശ അധ്യായം ആരംഭിക്കുന്നത്. പുഷ്യരാഗമയാദഗ്രേ കുങ്കുമാരുണ വിഗ്രഹ പത്മരാഗമയശാലോ മധ്യേ ഭൂശ്ചൈവ താദൃശീ സർവത്ര ദേവീ നാമ സങ്കീർത്തനം മഹാദേവ്യൈ നമഃ. അടുത്തതായിട്ട് 10ാമത്തെ കോട്ടയെയാണ് വിവരിക്കുന്നത്. പുഷ്പരാഗം കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള 9ാമത്തെ കോട്ടമതിലിനെ കടന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് പത്മരാഗപ്രകാരം, പത്മരാഗം കൊണ്ട്, പിങ്ക് സഫയർ എന്ന് ഇംഗ്ലീഷിൽ പറയും, പത്മരാഗം കൊണ്ടുള്ള പ്രാകാരം. പ്രാകാരം എന്ന് പറഞ്ഞാൽ കോട്ട എന്നാണ്. പ്രാകാരം എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ കോട്ട. പത്മരാഗപ്രാകാരം, പത്മരാഗം കൊണ്ടുണ്ടാക്കിയ കോട്ടയാണ് അടുത്തതായിട്ട് വരുന്നത്. ഈ കോട്ടയ്ക്ക് 10 യോജന ഉയരമുണ്ട്. പുഷ്പരാഗ പ്രകാര പ്രദേശം പുഷ്പരാഗ രത്നമായിരിക്കുന്നത് പോലെ ഈ പ്രദേശം പത്മരാഗമായിരിക്കുന്നു. ഇവിടെ പത്മരാഗം കൊണ്ട് ഉണ്ടാക്കപ്പെട്ടവയായ അനേകം മണ്ഡപങ്ങളുണ്ട്. 64 കലകളായ ദേവിയുടെ നിവാസദേശമാണ് ഈ പത്മരാഗ പ്രാകാരം എന്ന് പറയുക. അപ്പൊ ഈ കോട്ടകൾക്കുള്ളില് 64 ദേവിയുടെ കലാംശങ്ങളുണ്ട്. ആ 64 കലാംശങ്ങളുടെ പേരുകൾ ഇവിടെ ദീർഘമായിട്ട് പറയുന്നുണ്ട്. പിംഗലാക്ഷി, വിശാലാക്ഷി, സമൃദ്ധി, വൃദ്ധിരേവജ, ശ്രദ്ധ, സ്വാഹ, സ്വധാഭിഖ്യ, മായ, സംജ്ഞാ, വസുന്ധര, ത്രിലോകദാത്രി, സാവിത്രി, ഗായത്രി, ത്രിദശേശ്വരി, സ്വരൂപ, ബഹുരൂപാജ, സ്കന്ധമാതാച്യുതപ്രിയ, വിമലാജ, മലാദധ്വ, ധരുണി, പുനരാരുണി, പ്രകൃതിർവികൃതി, സൃഷ്ടി, സ്ഥിതി, സംഹൃതിരേവജ, സന്ധ്യാ, മാതാ, സതി, ഹംസി, മർദ്ദിക, വജ്രികാപര, ദേവമാതാ, ഭഗവതി, ദേവകി, കമലാസന, ത്രിമുഖി, സപ്തമുഖ്യാന്യ, സുരാസുരവിമർദ്ധിനി, ലംഭോഷ്ഠി ച ഊർധ്വകേശി ച, ബഹുജീർഷ, വൃഗോദരി, രഥേ രേഖാഗ്വയാവശ്ച, ശശിരേഖ, തഥാപര, ഗഗനവേഗ, പവനവേഗ ചൈവ, തതഃപരം, അഗ്രേ ഭുവനപാലസ്യാൽ, തൽപശ്ചാൽ മദനാധുര, അനംഗാനംഗമദന, തഥൈവാനംഗമേഖല, അനംഗകുസുമാപശ്ച, ദ്വിശ്വരൂപ, സുരാധിക, ക്ഷയം ഗരീ ഭവേൽ ശക്തി, രക്ഷോഭ്യാജ തഥഃപരം, സത്യവാധീ അന്യഥ പ്രോക്ത, ബഹുരൂപ, ശുചിവ്രത, ഉദാരാഖ്യാ ച വാഗീശി, ചതുഷേഷ്ടിം ഇദാ സ്മൃത. ഈ 64 പേരാണ് പിംഗലാക്ഷി മുതൽ വാഗീശി വരെയുള്ള 64 ദേവിയുടെ കലാംശങ്ങള് ഈ പത്മരാഗ പ്രാകാരം, പത്മരാഗ കോട്ടയ്ക്കകത്താണ് ഇരിക്കുന്നത്. ഈ കലാദേവികളെല്ലാം രത്നഭൂഷണങ്ങൾ അണിഞ്ഞവരാണ്. നാനാവിധ ആയുധങ്ങൾ ധരിച്ചവരാണ്. ബലവീര്യ പരാക്രമശാലികളാണ്. ഓരോരോ ലോകത്തിന്റെ നായികമാരും പത്മരാഗ പ്രാകാശത്തോടുകൂടി അനേകം ദാസിമാരോടും
100 വീതമുള്ള അക്ഷൗഹിണി സൈന്യങ്ങളോട് കൂടിയവരുമാണ്. ഇവരുടെ ഭയങ്കര ആകൃതി വർണ്ണിക്കുക എന്നുള്ളത് തന്നെ വളരെ വിഷമമായിട്ടുള്ളതാണ്. ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ജിഹ്വകള്, തീക്കട്ടകളകളെ പോലെ വമിച്ചിരിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള നേത്രങ്ങള്, ചെമ്പരത്തിപ്പൂ പോലെ ചുവന്നിരിക്കുന്നതായിട്ടുള്ള മുഖം, അഗ്നിയെ സംഹരിക്കട്ടെയോ, വാരിയെ കുടിച്ചു വറ്റിക്കട്ടെയോ, വായുവിനെ പിടിച്ചു കെട്ടട്ടെയോ, ഭൂമിയെ ഇടിച്ച് പൊടിയാക്കട്ടെയോ എന്നിങ്ങനെ ഓരോ അഹങ്കാര വാക്കുകളെ സദാ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഇവരുടെ ദംഷ്ട്രങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന കടകട എന്ന ശബ്ദം കൊണ്ട് ദിഗ്മുഖങ്ങള് ഞെട്ടിവിറയ്ക്കുന്നുണ്ട്. ചെമ്പിച്ച നേരെ മേലോട്ട് വളർന്നു നിൽക്കുന്നതായിട്ടുള്ള കേശപാശങ്ങളോടുകൂടിയ ഘോരരൂപിണികളുടെ ഓരോ അക്ഷൗഹിണിയും 100 ബ്രഹ്മാണ്ടങ്ങളെ ഇടിപൊടിയാക്കുവാൻ വേണ്ട ശക്തിയോടുകൂടിയതാണ്. അപ്രകാരമുള്ള 100 അക്ഷൗഹിണി വീതം ഓരോ ദേവിക്കുമുണ്ട് എന്നറിയുമ്പോൾ അവരുടെ വിക്രമവും പ്രതാപവും എത്രമാത്രമാണ് എന്ന് ഏകദേശം അനുമാനിക്കാമല്ലോ എന്നാണ് ഇവിടെ വ്യാസൻ ജനമേജയനോട് പറയുന്നത്. അങ്ങനെയുള്ള 64 ദേവികളുടെ 64 ദേവിയുടെ കലാംശങ്ങള് അവരുടെ സൈന്യങ്ങളോടുകൂടിയിട്ട് വസിക്കുന്നതായിട്ടുള്ള 10ാമത്തെ ആ കോട്ട പത്മരാഗപ്രാകാരത്തിനെ പറഞ്ഞു. അതിനുശേഷം പറയുന്നതാണ് അടുത്ത 11ാമത്തെ കോട്ടയെക്കുറിച്ച്. ഇതിനെക്കുറിച്ച് വർണ്ണിക്കുന്നത് ഏകാദശ അധ്യായത്തിലെ 22ാമത്തെ ശ്ലോകത്തിലാണ്. പത്മരാഗമയാദഗ്രേ ഗോമേധമണി നിർമ്മിത ദശയോജന ദൈർഘ്യേണ പ്രാകാരോ വർത്തതേ മഹാൻ സർവത്ര ദേവീ നാമ സങ്കീർത്തനം മഹാദേവ്യൈ നമഃ. പത്മരാഗ കോട്ടയെ കടന്നു ചെല്ലുമ്പോൾ അടുത്തതായിട്ടുള്ള 11ാമത്തെ കോട്ടയാണ് ഗോമേതക പ്രാകാരം. ഗോമേതകം എന്ന രത്നം കൊണ്ടുണ്ടാക്കിയതായിട്ടുള്ള ഈ കോട്ട 10 യോജന ഉയരം, ജപാപുഷ്പത്തെ പോലെ തേജോമയമായ പ്രാകാരമാണ് ഇത്. ഗോമേതക പ്രാകാരം ഗോമേതകം എന്ന രത്നം കൊണ്ടുണ്ടാക്കിയതാണ് ഇത്. ഈ പ്രദേശവും അവിടെയുള്ള സർവവസ്തുക്കളും ഗോമേതക രത്നമായി സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കും. ദേവിയുടെ 32 ശക്തികളെ ഇവിടെ അധിവസിക്കുന്നുണ്ട്. ഇവരെല്ലാം ശാസ്ത്ര നാരിണികളും ഗോമേതക രത്നം കൊണ്ടുണ്ടാക്കപ്പെട്ട ആഭരണങ്ങളെ ധരിച്ചവരും 1,00,000 അക്ഷൗഹിണികളിൽ 1,00,000 ബ്രഹ്മാണ്ടങ്ങളെ വീതം നശിപ്പിക്കുവാൻ വേണ്ട ശക്തിയോടുകൂടിയ അക്ഷൗഹിണികളിൽ 10 വീതം സ്വാധീനത്തിലുള്ളവരുമാണ്. ഈ സേനകളാൽ സദാ ചുറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് ഈ ദേവികളെല്ലാം. പിശാച മുഖത്തോടുകൂടിയവരാണ് ഈ സൈന്യങ്ങള്. ഇവർ യുദ്ധത്തിലുള്ള അഭിരുചി നിമിത്തം അടി, വെട്ട്, കുത്ത്, കൊല്ല് എന്നിങ്ങനെയുള്ള ഓരോരോ ക്രൂരവാക്കുകളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാം. സകലവിധ ആയുധങ്ങളും അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും സദാ യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നവരുമാണ് ഇവരെല്ലാം. ഈ ശക്തികൾക്ക് ഒരിക്കലും പരാജയം എന്നുള്ളതുണ്ടാവുന്നില്ല. അങ്ങനെയുള്ള 32 ദേവിയുടെ ശക്തികളാണ് ഈ ഹെസോനൈറ്റ് എന്ന് പറയും ഗോമേതക പ്രകാരത്തിൽ ഉള്ളത്. ആരൊക്കെയാണ് 32 ശക്തികള്? വിദ്യാഹ്രീ പുഷ്ടയ പ്രജ്ഞാം സിനീവാളി കുഹസ്തധാം രുദ്രവീര്യ പ്രഭാനന്ദാം പോഷിണി ഋദ്ധിധാശുഭ കാലരാത്രി മഹാരാത്രി ഭദ്രകാളി കബർധിനി വികൃതി ദണ്ഡി മുണ്ടിന്യൗ സേതുഗണ്ഡ ശിഖണ്ഠിനി നിശുംഭ ശുംഭമധിനി ഇന്ദ്രാണി ചൈവ രുദ്രാണി ശങ്കരാർദ്ധശരീരിണി നാരി നാരായണീശ്ചൈവ ത്രിശൂലിന്യഭി പാലിനി അംബിക ആഹ്ലാദിനി പഞ്ചാദിത്യേവം ശക്തയ സ്മൃത പശ്ചാദിത്യേവം ശക്തയ സ്മൃത. 32 പേരുടെ പേരുകളാണ് അവിടെ പറഞ്ഞത്.
ദേവിമാരുടെ 32 ദേവിയുടെ 32 ശക്തികള് ഈ കൊട്ടയിൽ ഗോമേതകം കൊണ്ടുണ്ടാക്കിയതായിട്ടുള്ള ഈ കൊട്ടകയിൽ വർത്തിക്കണു എന്ന് പറയണു. ഇനി അടുത്ത 12 മുതലായിട്ടുള്ള പ്രാകാരങ്ങളെ നമുക്ക് ഇന്ന് സമയം കഴിഞ്ഞിരിക്കുന്ന നാളെ അവലോകനം ചെയ്യാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.